ഡാൻ കുര്യൻ, ഡാന് അത്രയും സ്വാഭാവികമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ മാത്രമാണോ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു ഘടകം കൂടി നിൽക്കുമ്പോൾ AICSയെ സംബന്ധിച്ചിടത്തോളം ഇത് തള്ളാനും കൊള്ളാനും പറ്റാത്തൊരവസ്ഥ ഇതിനകത്തുണ്ട്. അതിനിടയിൽ കെ സുധാകരൻ നടത്തുന്ന ഒരു കൂടിക്കാഴ്ച ഇത് വെറും സ്വാഭാവിക പ്രതികരണമാണ്. അങ്ങനെ ഒരു പുനഃസംഘടന നിർബന്ധമല്ല. നിർബന്ധമാണെങ്കിൽ തന്നെ പ്രതിപക്ഷ നേതാവ് മാറുന്ന ഒരു സാഹചര്യമില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ തരത്തിലല്ല ഇതിന്റെ കീഴ്വഴക്കം എന്ന് കൂടിയാണല്ലോ ശ്രീ N ശ്രീകുമാർ വിലയിരുത്തിയത്. ഡാൻ, അതായത് ഈ ചർച്ചകളിലേക്ക് തുടങ്ങിയത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ എത്താനിടയായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് ഏറെ പ്രസക്തമായി മാറും. കാരണം വളരെ അപ്രതീക്ഷിതമായാണ് VD സതീശൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ UDFിനുണ്ടായ വലിയ പരാജയത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് വരുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ താല്പര്യം രമേശ് ചെന്നിത്തല തന്നെ അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുന്നതായിരുന്നു. അങ്ങനെയാണ് KPCC ആസ്ഥാനത്ത് വെച്ച് AICC പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വോട്ടിംഗ് നടക്കുന്നു. ആ വോട്ടിങ്ങിലാണ് കൃത്യമായ നീക്കത്തിലൂടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് സതീശൻ, KPCC അധ്യക്ഷ കെ സുധാകരൻ, ഇവർ ഇങ്ങനെ തുടർന്ന് ഒരു വർഷത്തിൽ താഴെ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുകയായിരുന്നു ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള അവരുടെ ഓഫീസുകൾ തമ്മിലുള്ള പ്രവർത്തനം. പക്ഷേ ഒരു വർഷത്തിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. അത് പിന്നീട് പരസ്യമായി മറന്നീക്കുന്ന സാഹചര്യം, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നടന്ന വാർത്താ സമ്മേളനത്തിലുണ്ടായ സാഹചര്യം, ഇതടക്കം പലതരത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി വിവാദത്തിലേക്ക് വഴിവെക്കുന്ന നീക്കങ്ങൾ KPCC അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യം KPCC അധ്യക്ഷനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം രഹസ്യമായെങ്കിലും AICC പ്രതികൾക്ക് മുമ്പിൽ ഉന്നയിക്കുന്നവർ മുമ്പോട്ട് വെക്കുന്ന ന്യായം അദ്ദേഹത്തിന് അനാരോഗ്യം ആണ് എന്നതാണ്. ആ കാര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ തന്നെ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ, ഞാൻ അനാരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളോട് എനിക്ക് ഇങ്ങനെ നിന്ന് പ്രതികരിക്കാൻ കഴിയുന്നതെന്നാണ് വയനാട്ടിൽ വെച്ചടക്കം അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചത്. മാത്രവുമല്ല, പരസ്യ പ്രതികരണവുമായി നേതാക്കളാരും രംഗത്തെത്തിയിട്ടുമില്ല. നമുക്ക് ലഭിക്കുന്ന നമ്മുടെ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മുതിർന്ന നേതാക്കളായ ശശി തരൂർ, അതോടൊപ്പം തന്നെ K മുരളീധരൻ, AK ആന്റണി, അതാണ് എടുത്തു പറയേണ്ട കാര്യം. കേരളവുമായി ബന്ധപ്പെട്ട പുനഃസംഘടനാ വിഷയത്തിൽ ദേശീയ നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും അവിടെ നിർണായകമായി മാറാൻ പോകുന്നത് AK ആന്റണിയുടെ വാക്കുകൾ തന്നെയായിരിക്കും. പ്രവർത്തക സമിതി അംഗം കൂടിയായ AK ആന്റണി പരസ്യമായ പിന്തുണ KPCC അധ്യക്ഷന് നൽകിയിട്ടുണ്ട്. ആ കാര്യം അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കെ സുധാകരൻ ആഴ്ചകൾക്ക് മുമ്പ് രമേശ് ചെന്നിത്തലയെയും AK ആന്റണിയെയും K മുരളീധരനെയും ഒക്കെ അവരുടെ വസതികളിലെത്തി സന്ദർശിച്ച കാര്യവും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുടെ പിന്തുണ കൃത്യമായി ഉറപ്പാക്കുന്നതിൽ കെ സുധാകരൻ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുന്ന ന്യായം അദ്ദേഹത്തിന്റെ അനാരോഗ്യമാണെങ്കിൽ, മറ്റൊരു വിഭാഗം മാറ്റണമെന്ന് പറയുന്നത് ആ വിഭാഗത്തിന്റെ പ്രതിനിധികൾക്ക് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നാണ് വിലയിരുത്തൽ. അവിടെയാണ് ഒരു ഡസനിലധികം പേരുകൾ AICC നേതൃത്വത്തിന് മുമ്പിലേക്ക് വരുന്നത്. അവിടെ ക്രൈസ്തവ സഭകളുടെ പ്രാതിനിധ്യം വേണം എന്ന നിലപാടിലാണ് ആന്റണിയുടെ പേര് ഉയരുന്നത്. അതോടൊപ്പം സാമുദായിക സംഘടനകളുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞാണ് അടൂർ പ്രകാശ് രംഗത്തെത്തുന്നത്. ബെന്നി ബെഹനൻ പഴയ A ഗ്രൂപ്പ് സംവിധാനത്തിന്റെ പ്രതിനിധി എന്ന വണ്ണമാണ് ആ സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. സമാനമായ തരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് VS ശിവകുമാറും പാലോട് രവിയും ശരത്ചന്ദ്ര പ്രസാദുമൊക്കെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ താല്പര്യമുണ്ട് എന്ന് AICC പ്രതിനിധികളെ അറിയിച്ചിട്ടുമുണ്ട്. അവിടെയാണ് ദേശീയ നേതൃത്വം ഒരു പ്രതിസന്ധിയിലാകുന്നത്. ഇവരിൽ ആരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാലും നിലവിൽ കെ സുധാകരൻ എന്ന കണ്ണൂരിൽ CPM-നെതിരെ നേർക്കുനേർ പോരാട്ടം നയിച്ച് രാഷ്ട്രീയത്തിൽ തുടരുന്ന സുധാകരന് പകരക്കാരനായി മറ്റൊരാളെ എത്തിച്ചാൽ അവിടെ ഒരു ക്രൗഡ് പുള്ളിംഗ് ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ മറ്റൊരു നേതാവിന് കഴിയുമോ എന്നതാണ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. മാത്രവുമല്ല, എവിടെയെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയായി മാറിയാൽ പിന്നീട് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇടയിലുള്ള ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്ന് പറയുന്നത് നേതൃത്വത്തിന് മുമ്പിൽ ബാലികേറ മലിയായി മാറും. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലത്തേക്ക് തൽസ്ഥിതി തുടരുക എന്നൊരു ഫോർമുലയിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം ഇപ്പോൾ എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്തിമമായ തീരുമാനം ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഉണ്ടാകും. അതിന് മുന്നോടിയായിട്ട് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ AICC കൂടി എത്തിയ ഒരു സാഹചര്യം. കെ സുധാകരൻ തുടരുമോ മാറുമോ എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ഇത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇതിൽ ഒരു വ്യക്തമായ ചിത്രം ഉണ്ടാകുമെന്ന് കൂടി ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യും.